ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരു 6:30 ആയത് എണീറ്റു. കാരണം രാവിലെ എനിക്ക് ജിമ്മിന് പോകണം. കുറച്ച് മാസം മുന്നേ വരെ രാവിലെ ഒരു 10 മണി ആയാൽ പോലും എണീക്കാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പൊ ജിമ്മിന് പോണതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്തൊക്കെ ഞാൻ എണീക്കണത്. അതിനുശേഷം ജിമ്മിക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കുടിച്ചാൽ നല്ല എനർജി കിട്ടുന്ന ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ജിമ്മിക്ക് കൊണ്ടുപോകുന്ന വെള്ളം ഉപ്പിട്ടിട്ടാണ് കുടിക്കുന്നത്. പിന്നെ ഇതെന്റെ ഈ അടുത്ത് ഗൾഫിൽ നിന്ന് ലീവിന് വന്ന എന്റെ കൂട്ടുകാരനാണ്. ഇന്ന് ജിമ്മിന് എന്റെ ഈ ഒരു കൂട്ടുകാരനും വരേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ടാണ് ഇന്ന് ജിമ്മിന് പോയത്. പിന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ നല്ല എനർജി കിട്ടിയതുകൊണ്ട് ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സുഖമായിട്ട് ചെയ്ത് തീർത്തു. അതിനുശേഷം ജിമ്മിന് ഒരു ടാറ്റയും കൊടുത്ത് വീട്ടിലേക്ക് പോണ വഴി ഒരു ചായ കുടിക്കാന്ന് പ്ലാൻ ഇട്ടതുകൊണ്ട് ഒരു ചായക്കടി കയറി ഒരു ചായയും പിന്നെ വേറൊരു ഹോട്ടലിൽ കയറി 2 ദോശയും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഇപ്പൊ വീട്ടിൽ പോയത്. അങ്ങനെ ഇപ്പൊ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം 10 മണി കഴിഞ്ഞു. അതുകൊണ്ട് വേഗം ഞാൻ കുളിമുറി കയറി രാവിലെ നല്ലൊരു കുളിയും കുളിച്ച് എവിടേക്കും പോകാനില്ലെങ്കിലും ഞാനിപ്പോ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. അത് കഴിഞ്ഞ് സമയം ഒന്ന് ഉച്ചയായപ്പോ ഉച്ചയ്ക്ക് ഞാനൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ച് പായും തലയാണിയൊക്കെ വിരിച്ചെടുത്ത് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് ഞാൻ. പക്ഷെ അപ്പോഴേക്കും എന്നെ കാണാൻ വേണ്ടി എന്റെ വേറൊരു കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്നു. ഇനി ഇവനെ ഒന്ന് പതുക്കെ പറഞ്ഞു വിട്ടാക്കിട്ട് വേണം എനിക്കൊന്ന് കിടന്നുറങ്ങാൻ. പക്ഷെ ഇവൻ ഈ അടുത്തൊന്നും ഇവിടുന്ന് പോവില്ലാന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് വാ പുറത്ത് പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞാനിപ്പോ ഇവനെയും കൂട്ടിയിട്ട് ഈ ഒരു പേര് വെയിലത്ത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇപ്പൊ ഒരു ബേക്കറിക്ക് വന്ന് 2 മുന്തിരി ജ്യൂസ് വാങ്ങി കുടിച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഞാനൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാനൊന്ന് എണീറ്റത് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയ കൂട്ടുകാരൻ ദാ വരുന്നു. പിന്നെയും വൈകുന്നേരം ചായ കുടിക്കാൻ പോണ്ടേ വാത്ര. അതുകൊണ്ട് ഞാനും ഇവനും കൂടെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോയത് ഞങ്ങളുടെ സ്ഥിരം ചായ സ്പോട്ടായ ഈ ഒരു ചായക്കടയ്ക്കായിരുന്നു. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ എന്റെ വേറെ കൂട്ടുകാരന്മാർ ഇവിടെ വന്നിരുന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഒരു കപ്പ് ചായയും വാങ്ങി കുടിച്ച് കൂട്ടുകാരന്മാരുടെ കൂടെ കുറെ നേരം സംസാരിച്ച് വരുമ്പോഴേക്കും സമയം രാത്രിയായി. അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴാണെങ്കിലോ അച്ഛൻ ഇപ്പൊ ഫുൾ ടൈം മൊബൈലിലാണ്. കാലൊടിഞ്ഞതിന് ശേഷം എവിടേക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ ഇപ്പൊ എല്ലാ സമയവും മൊബൈലിൽ റീൽസ് കാണാനാണ് പണി. എന്താ ചെയ്യുക? അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് രാത്രിയത്തെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിടന്നുറങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.